പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വെള്ളപ്പൊക്കം. നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ആസാമിലും ഹിമാചൽ പ്രദേശത്തും ചൈനയിലും. യൂറോപ്പിലാണെങ്കിലോ തീയാണ്. തീമഴയെന്ന് വേണേൽ പറയാം. ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങൾ നശിച്ചു, വെണ്ണീറായി. 10,000-ൽ പരം ആളുകൾ മരിച്ചു. തീ കാരണം ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി താമസിപ്പിച്ചു. വീടുകളും പള്ളികളൊക്കെ കത്തി ചാമ്പലായി. സാമ്പത്തികമായ വലിയ നഷ്ടം. എല്ലാം കൊണ്ടും മനുഷ്യൻ തകരുകയാണ്, നശിക്കുകയാണ്. കേരളത്തിലും അത് തന്നെയല്ലേ? മാറി മാറി ചൂട് വരുമ്പോൾ ഭയങ്കര ചൂട്, ഉഷ്ണം സഹിക്കവയ്യാത്ത ഉഷ്ണം. മഴയങ്ങോട്ട് വന്നാൽ വെള്ളപ്പൊക്കം, കെടുതി. ഇതൊക്കെ നമ്മളെ ചിലതൊക്കെ പഠിപ്പിക്കുകയല്ലേ? ഞാൻ ഒരു സന്ദേശം ഉണ്ടെന്നാണ് പറയുന്നത്, ഒരു അടയാളം പറയുകയാണ്. ഇന്നത്തെ അടയാളങ്ങൾ തിരിച്ചറിയണം. നമുക്കറിയാം സോഡോം ഗൊമോറയെ പറ്റി. ഭയങ്കര തീമഴ പെയ്തതിന് കാര്യം അത് സോഡോം ഗൊമോറയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ കേട്ടാൽ നമുക്ക് കാണാൻ സാധിക്കും. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടു. വഴിവെച്ച് പറഞ്ഞിരിക്കുന്നു, സോഡോം ഗൊമോറയ്ക്കെതിരായുള്ള നിലവിളി ഗൗരവമുള്ളതാണ്, അവരുടെ പാപങ്ങൾ വലുതായിരിക്കണം. അപ്പോൾ നമുക്കറിയാം, അവിടെ നിന്നുകൊണ്ട് അബ്രഹാം യാചിച്ചു. 50 പേര്, 45 പേര്, 40 പേര്, 30 പേര്, 20 പേര്, 10 പേരുണ്ടെങ്കിൽ ക്ഷമിക്കയില്ലേ എന്ന്. കാരണം യാചിച്ചുള്ള മധ്യസ്ഥ പ്രാർത്ഥന. 10 ഇല്ലായിരുന്നു. ഒരു കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ, ലോത്തിന്റെ കുടുംബം. ആ ലോത്തും ഭാര്യയും 2 പെണ്ണുങ്ങളും ഇപ്പം മക്കള് 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ നമുക്കറിയാം, ആകാശത്ത് നിന്ന് തീ വീണ് അതെല്ലാം നശിച്ചുപോയി എന്നാണ്. അത് ഇന്ന് നമുക്കറിയാം, ഭൂഗർഭ ഗവേഷണത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതോ അത് ആകാശത്ത് നിന്ന് വീണ ഉൽക്ക വന്ന് നശിപ്പിച്ചതാണ് എന്ന്. എന്തുമാവട്ടെ, ആ നാശം ഭയങ്കരമായിരുന്നു. നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി 19:28, അബ്രഹാം സൊഡോമിനും ഗൊമോറോയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി. തീച്ചൂളയിൽ നിന്നെന്ന പോലെ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം പുക പൊങ്ങിയിരുന്നു. ഇന്ന് യൂറോപ്പിൽ കാണുന്ന തീ അതാണ്. ഞാൻ ഇംഗ്ലീഷ് അതേപ്പറ്റി ഒരു വീഡിയോ ഇറക്കിയിട്ടുമുണ്ട്. ആ കൊടും തീ വരും, നരകം പോലെ നമുക്കും തോന്നിക്കാറുണ്ട് കേരളത്തിൽ, അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിലെ സ്ഥിതി എന്താണ്? നമ്മുടെ ജീവിത രീതി എന്താണ്? നമുക്ക് നോക്കാം, എന്തായിരുന്നു ഈ സോഡോം ഗൊമോറയുടെ തെറ്റ്. അത് ഞാൻ വായിക്കുന്നത് എസെക്കിയേൽ പ്രവാചകൻ 16:49. നിന്റെ സഹോദരിയായ സോഡോമിന്റെ തെറ്റ് ഇതായിരുന്നു: പ്രൗഢിയും ഭക്ഷ്യസമൃദ്ധിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിട്ടും അവളും അവളുടെ പുത്രിമാരും നിർധനരെയും അഗതികളെയും തുണച്ചില്ല. അവർ ഗർവിഷ്ഠരായിരുന്നു. എന്റെ മുമ്പിൽ അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. അത് കണ്ട് ഞാൻ അവരെ നിർമാർജനം ചെയ്തു, നശിപ്പിച്ചു എന്ന്. പല പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അഹങ്കാരം. അത് കേരളീയരാ നമ്മൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഗൾഫിലൊക്കെ പോലെ ജോലി ചെയ്ത് വിദേശ പണം കിട്ടി അഹങ്കരിച്ചു, ഗർവായിരുന്നു. എന്ത് വലിയ വീടുകളും പണിത്, 4-5 നിലകൾ, കുളം, വലിയ ലക്ഷൂരീസായ 10-15 മുറികൾ. ഇപ്പൊ അതെല്ലാം ചുമ്മാ കിടക്കുകയാണെന്ന് നമുക്കറിയാം. ആളില്ലാത്ത വീടുകളായി മാറി ഇന്നതൊക്കെ. കത്തോലിക്ക സഭയിലോ വലിയ ബ്രഹ്മാണ്ഡമായ കോടികൾ ചെലവാക്കിയ പള്ളികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അഹങ്കരിച്ചു. ആധ്യാത്മികമായിട്ടും ക്രിസ്ത്യാനികൾ അഹങ്കരിച്ചു. പുണ്യവാന്മാരുണ്ട്.
ഞങ്ങൾക്ക് വലിയ പള്ളികളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി വിശ്വാസികളുണ്ട് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി നമ്മൾ അഹങ്കരിച്ചു. ആത്മീയ തലത്തിൽ അഹങ്കരിച്ചു, ഭൗമിക തലത്തിലും അഹങ്കരിച്ചു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ത്? ഇതെല്ലാം ഉണ്ടായിരുന്നു, സമൃദ്ധിയെല്ലാം തമ്പുരാൻ തന്നു. തമ്പുരാനെ നന്ദി എന്ന് പറഞ്ഞ് തമ്പുരാനെ ഓർത്ത് ജീവിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. എളിമയിലും ശാന്തതയിലും ഉള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചുകൊണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. നിർധനരെയും അകലുകളെയും തുണച്ചില്ല. അവർ ഗഡ്വിസ്റ്റർ, അഹങ്കാരി. എന്തൊരു അഹങ്കാര കേരളത്തിലെ ആളുകളെ പറ്റി പറഞ്ഞാൽ. ഈ വക്രതയും എല്ലാം കാണിച്ചുണ്ടാക്കിയ പണമുള്ളവരും എന്ത് ഗമേല നടക്കുന്നറിയാമോ? എന്നാൽ അവന്റെ ഉള്ളില് ഉള്ള ആ തിന്മയൊന്ന് കണ്ട് എന്റെ കർത്താവേ കരുണയായിരിക്കും എന്ന് പറയുന്ന എത്ര പേരുണ്ട്? പ്രിയമുള്ളവരെ പറയാണ്, അവർ മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. സൊഡോം ഗൊമോറയിലെ മ്ലേച്ഛത വായിക്കണമെങ്കിൽ നിങ്ങൾ വായിക്കണം 19-ാം അധ്യായം ഉൽപ്പത്തി. സൊഡോം ഗൊമോറയിലെ മ്ലേച്ഛത നമുക്കറിയാം. ആണിനെ കെട്ടിയും പെണ്ണ് പെണ്ണെ കെട്ടിയും. അത് സ്വയം ഒരേ സ്വവർഗ വിവാഹങ്ങൾ, സ്വവർഗരതികൾ. അതാണ് ദൈവത്തെ ദേഷ്യപ്പെടുത്തി. ദൈവം 2 മാലാഖമാരെ പറഞ്ഞു വിട്ടു ലോത്തിനെ കണ്ട് സംസാരിക്കാൻ. അവരുമായി ശയിക്കണമെന്ന് അടുത്തുകാർ ശടിച്ചു, ബഹളം ഉണ്ടാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. ഒടുവിൽ ലോത്തു എന്ന് പറഞ്ഞ് എനിക്ക് 2 പെമ്മക്കളുണ്ട്, അവരെ തന്നേക്കാം, അവരുടെ കൂടെ നിങ്ങൾ ശയിച്ചു. പുരുഷന്മാരുടെ കൂടെ ശയിക്കരുത്, മ്ലേച്ഛതയാണ്. ബഹളം വെച്ച് വീട് തകർക്കാൻ തുടങ്ങി. അപ്പോൾ അവര് അന്ധരായതൊക്കെ നിങ്ങൾ വായിക്കാൻ കഴിയും. ഇന്ന് ലോകത്തിൽ അതല്ലേ LGBTQ അഴിച്ചുവിട്ട വൃത്തികേടുകളല്ലേ നടക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസം വായിച്ചു. അതായത് ഓട്ടോറിക്ഷ പോയ പെണ്ണുമായിട്ട് പ്രേമമായിട്ട് ഭാര്യയെ തൊഴിച്ചു വീണു. അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ വളരെ മൃഗീയമായി പീഡിപ്പിക്കുന്നത്. ഭാര്യയില്ലാത്ത സമയത്ത് ഭർത്താവില്ലാത്ത സമയത്ത് ഭാര്യ ശയിക്കുന്നവർ നേരെ തിരിച്ച് എല്ലാ തരത്തിലും അഴിച്ചുവിട്ട ഒരു ജീവിതമല്ലേ, കുഴഞ്ഞാടിയ മ്ലേച്ഛതയുടെ ജീവിതമല്ലേ നമ്മുടെ കേരളത്തിൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ ഭൂപടത്തിൽ നിന്ന് തന്നെ കേരളം അപ്രത്യക്ഷമാകുമെന്ന്. വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ കണ്ട അടയാളങ്ങൾ കണ്ടുകൊണ്ടാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് അതെ ഇവിടെയാണ് ഒരു മാറ്റം. ഈ പ്രകൃതി ദുരന്തത്തിന്റെ എല്ലാം പിന്നിൽ ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ഈ അടയാളം തരുന്നത് എന്തിനാണ്? നമ്മളെ നശിപ്പിക്കാനല്ല. നമ്മൾ മാനസാന്തരപ്പെട്ട് അവിടുത്തെ ഹിതം അനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളം ഇന്ന് പിശാചിന്റെ സ്വന്തം നാടായി മാറിയില്ലേ? ഒരു സായിപ്പൊരിക്കൽ പറഞ്ഞ പോലെ കേരളത്തിൽ വന്ന സന്ദർശനവും കഴിഞ്ഞ് തന്റെ ബാഗിലുണ്ടായിരുന്നെല്ലാം കൊള്ളയടിക്കപ്പെട്ടു. തന്റെ പെൺകുട്ടിയും ബസ്സേ വെച്ചാരോ അവിടെ സ്ഥാനത്തിൽ പിടിച്ചു, മുലയ്ക്ക് പിടിച്ചു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ്, കേരളം നല്ലതാണ്, ദൈവത്തിന്റെ സ്വന്തം നാടാണ്, പക്ഷേ കേരളീയർ പിശാചിന്റെ മക്കളാണ്. ഇനി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതാ, പോവുകയില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ വെറുതെ ഞാൻ കൂട്ടിപ്പറയുന്നതല്ല, സത്യം പറയുന്നതാണ്. നമുക്ക് ദൈവവിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും കടന്നു വരണം. ഏത് ജാതിയിലോ മതത്തിലോ പെട്ടവരാകട്ടെ, നമുക്ക് അതെ ഇവിടെ വേണ്ടത് എന്താണ്? സ്നേഹത്തിൽ, ഐക്യത്തിൽ ഒരു വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ നേരെ വാ. അങ്ങനെ ഒരു നല്ല ജീവിതം, നേരായ മാർഗത്തിലൂടെയുള്ള ഒരു ജീവിതം നമ്മൾ ജീവിച്ചില്ല എങ്കിൽ നമ്മൾ അകപ്പാടെ തകരുകയാണ്. ഇനിയും നമുക്ക് ദൈവത്തിന് നന്ദിയുള്ളവരായി അത് നമുക്ക് ജീവിക്കണം. ഇവിടെ ഒരു വാക്ക് പറഞ്ഞോട്ടെ, ഇന്ന് അങ്ങനെ നല്ലവരായി ജീവിക്കുന്നവരെ കർത്താവ് അന്വേഷിക്കുന്ന ഒരു കാലമാണ്. അതെ, കർത്താവ് യഥാർത്ഥ ആരാധകര്, അമ്പലത്തിലെ ഹിന്ദുക്കളായാലും ശരി, അല്ലെ പള്ളികളിലെ മുസ്ലിങ്ങളോ കത്തോലിക്ക പള്ളിയിലെ ക്രിസ്ത്യാനികളോ ആണെങ്കിലും ശരി, ഈ 3 മതങ്ങളിലെ ആളുകളോടും കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നിർമ്മലമായി കാത്തുകൊള്ളണം. നിങ്ങളുടെ ശരീരം ദൈവം വസിക്കുന്ന ദേവാലയങ്ങളാണ്. പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ദേവാലയം എന്ന് പറഞ്ഞ് കോടിക്കണക്കിന്
ഒരു സൗധം ഉണ്ടാക്കി വെക്കുന്നതല്ല പള്ളി. നീയാണ് പള്ളി. നിന്നിലാണ് ദൈവം വസിക്കുന്നത്. ക്രിസ്തുനാഥൻ അത് കൃത്യമായി പറഞ്ഞു പൗലോസിലൂടെ. നീ പരിശുദ്ധാത്മാവിന്റെ ദേവാലയമാണ്, ദൈവത്തിന്റെ ആലയമാണ്. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നതിനെ ദൈവവും നശിപ്പിക്കും. നിങ്ങൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ പ്രസംഗിക്കുന്നവരും കൂടിയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അടയാളങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് ഞാൻ അടിയറ വിട്ട് പറയുകയാണ്. ഇവിടെയാണ് പൗലോസ്ലീഹായുടെ വാക്ക് നിങ്ങൾക്കെല്ലാം അറിയാം. റോമാക്കാർക്ക് ലേഖനത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 1-ാം വചനം. റോമ 12-ാം അധ്യായം 1 വചനം. സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ആരാധകരെയാണ് കർത്താവ് ഇന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. അതെ, പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് ലേഖനത്തിന്റെ 3-ാം അധ്യായം 3 പറയുന്നു, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയും യേശുക്രിസ്തുവിൽ അഭിമാനം കൊള്ളുകയും ജഡത്തിൽ ശരണം വയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ദൈവസ്നേഹിതർ. അവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്, യേശു അന്വേഷിക്കുന്നത്. ജഡത്തിൽ ആശ്രയം വയ്ക്കാതെ യേശുക്രിസ്തുവിൽ അഭിമാനം കൊണ്ടുകൊണ്ട് നല്ലവരായി ജീവിക്കുന്നവർ, ഉത്തമരായി ജീവിക്കുന്നവർ. അതാണ് ആരാധന. അല്ലാതെ സ്തോത്രം പറഞ്ഞ് കൺവെൻഷൻ നടക്കുന്നതോ കൈയടിച്ചോ ആഹ്ലാദം വെച്ച് പ്രകടനോ അല്ലെ പള്ളിയിൽ പോയി ഒത്തിരി നേരം ഇരിക്കുന്നു ഒന്നുമല്ല, അമ്പലത്തിൽ പോയി ഒത്തിരി നേരം ഇരിക്കുന്നു അല്ല ആരാധന. നിന്റെ ശരീരം വിശുദ്ധവും പരിപാവനമായി സംരക്ഷിക്കുക. അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറയുന്നു. പാപിനിയായ സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞതുപോലെ സത്യത്തിലും ആത്മാവിനും ദൈവത്തെ സ്തുതിക്കുന്ന സമയം വരും, ഇതാ സമാഗതമായിരിക്കുന്നു. അങ്ങനെയുള്ളവരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നത്. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യോഹന്നാനിൽ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ മനസ്സിരുത്തി ചിന്തിക്കണം. നമുക്ക് സ്നേഹത്തിൽ, ഐക്യത്തിൽ, നമ്മുടെ രാജ്യമാകുന്ന യേശുവിന്റെ രാജ്യമാകുന്ന ആ വിശ്വാസ ജീവിതത്തിൽ, സന്മാതകളുടെ ജീവിതത്തിൽ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകണം. ഇല്ല എങ്കിൽ നമ്മൾ നശിക്കും, കേരളം നശിക്കും, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും കേരളം മനുഷ്യന് ജീവിക്കാൻ വരാത്ത ഒരു സ്ഥലമായിട്ടങ്ങ് മാറാൻ പോകുന്ന പോലെ തോന്നുന്നു. നോക്കൂ, അക്കരെ ഗൾഫ് രാജ്യങ്ങളിൽ മഴയും മഴക്കാലവും വെള്ളപ്പൊക്കമുണ്ട്. ഒരു കാലത്ത് 45-48 ഡിഗ്രി ചൂടിക്കിടന്നവര് ഇപ്പം നേരെ ഉൾട്ട ആയി മാറി. ഹല്ലേലൂയ, തിരിച്ചായി മാറി, ഇല്ലേ? അതെ, നമുക്ക് നല്ലൊരു ജീവിതം കഴിക്കുമ്പോൾ ദൈവം നമ്മളിൽ സംപ്രീതനാകും. അപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരും. ദൈവത്തെ പഠിച്ചിട്ട് കാര്യമില്ല. ദൈവം നമ്മുടെ തീ അഗ്നി പരീക്ഷയിലൂടെ വെള്ളപ്പരീക്ഷയിലൂടെ കൊണ്ടുപോകുന്നു. പ്രളയം നമുക്കറിയാം. നോഹയുടെ കാലത്ത് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ചു. അത് പാപം മുഖാന്തരം, വേദന മുഖാന്തരം പറഞ്ഞത്, ഒരു കുടുംബം മാത്രം, മൂശയുടെ കുടുംബം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ നല്ലവരായി. നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്ന് മുഴുവനും നശിച്ചു. ആ ഒരു കുടുംബം മാത്രം രക്ഷിക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ഇതൊക്കെ ചിന്തനീയമാണ്. ഞാൻ ചിന്തയ്ക്കും നിങ്ങളുടെ ധ്യാനത്തിനും വേണ്ടി തരുന്ന ആശയങ്ങളാണ്, വെറും ആശയങ്ങളല്ല. ഈ ആശയങ്ങൾ നിങ്ങളിൽ മാംസം ധരിക്കണം. നമ്മൾ പുതിയവരായി മാറണം. യേശുവിലേക്ക്, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. ഞാൻ അറിയുന്നത് നമ്മുടെ പല പള്ളികളിലും ഇന്ന് കാലിയാണ്. പള്ളിയിൽ പോകാൻ ആളുകളില്ല. കത്തോലിക്ക, ക്രിസ്ത്യൻ പള്ളികളിൽ അമ്പലത്തിൽ പോകുന്നവരുടെയും എണ്ണം ചുരുങ്ങിയെന്ന് പല ഹൈന്ദവ നേതാക്കന്മാരോട് പറഞ്ഞു. അല്ലെങ്കിൽ അവർ ഈ മതത്തിൽപ്പെട്ടവരുടെ മതപ്രമുഖന്മാരിൽ കാണുന്ന അഴിമതിയോ കുറ്റങ്ങളോ ഒക്കെ ആയിരിക്കാം. കാരണമൊന്നും ഞാൻ ആരായുന്നില്ല. നമ്മൾ ദേവാലയത്തിൽ പോകുന്നത്, പ്രാർത്ഥിക്കുന്നതും എന്തിനാണ്? ദൈവത്തെ കാണാനാ. അവിടുത്തെ മെത്രാന്മാരെയോ അച്ഛന്മാരെയോ അല്ലെങ്കിൽ ആചാര്യന്മാരെയോ ഒന്നും കാണാനല്ല പോകുന്നത്. ദൈവത്തെ നിർത്തിയിരിക്കുകയാണ്. ഇനി സ്വന്തം ഹൃദയത്തിൽ ദൈവത്തെ കാണുന്ന വ്യക്തിപരമായ പ്രാർത്ഥനകളോ ശുദ്ധമായ ജീവിതമോ ഇല്ല.
യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെല്ലാവരും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറട്ടെ എന്നാ പറഞ്ഞിരിക്കണേ. ഇന്ന് എത്ര പേരാ കർത്താവേ ദൈവമേന്ന് വിളിക്കുന്ന ഈ പാപം വെച്ചുകൊണ്ടുള്ള. നമുക്കൊരു മാറ്റം വേണം മക്കളെ. ഇതെല്ലാം കാണുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കണ്ണ് 10,000 സൂര്യനേക്കാൾ പ്രഭയുള്ളതാണ്. ഒന്നും മറച്ചു വെക്കത്തില്ല. കപടതയും കപടഭക്തിയും മുഖംമൂടിയെല്ലാം മാറ്റി കഥാനുമ്പിൽ നിഷ്കളങ്കമായി കുറ്റമറ്റ തലമുറയുടെ അതായത് നമുക്ക് പ്രശോഭിതരായി മാറണം. അവിടെയും ഫിലിപ്പിയർക്ക് ലേഖനത്തിന് 2:15 കൂടി വായിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ഫിലിപ്പിയർ 2:15. അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവിടെ മധ്യത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇത് എല്ലാവർക്കും ചേരുന്ന ഉപദേശമാണ്. അതുകൊണ്ട് ഈ വെള്ളപ്പൊക്കത്തിൽ ദൈവത്തോട് കോപിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ടെക്നോളജി യന്ത്രങ്ങളൊക്കെ ആണല്ലോ എല്ലാം നയിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ മൊബൈല്, കമ്പ്യൂട്ടർ, കൃത്രിമ ബുദ്ധി, റോബോട്ട്, കൃത്രിമ മനുഷ്യനൊക്കെ എല്ലാം ചെയ്തുകൊണ്ട് പോകുന്നത്. കർത്താവ് ചിരിച്ചുകൊണ്ട് ചോദിക്കുക, ഇതൊക്കെ എന്തിയെ മഴയെ നിയന്ത്രിക്കാത്ത, തീയെ നിയന്ത്രിക്കാത്തത്, കാലാവസ്ഥ ഇവയൊന്നും നിയന്ത്രിക്കാനുള്ള യന്ത്രമൊന്നും നിങ്ങളിലില്ലേ? നിങ്ങൾ ആകാശം മുട്ട് പോകാനുള്ള യന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചല്ലോ, സൂര്യനിലേക്ക് വരെ പോകാൻ. എന്തിയെ ഈ കാലാവസ്ഥയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്? ഞാനാണ് രക്ഷകൻ, ഞാനാണ് നിയന്താവ്, ഞാനാണ് സൃഷ്ടാവ്. എന്നെ അംഗീകരിക്കൂ, എന്റെ പക്കലേക്ക് വരൂ, ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്നവിടുന്ന് പറയുന്നു. നമുക്കത് കേൾക്കാം മക്കളെ. ലോകത്തിലുള്ള എല്ലാറ്റും ഉപരിയായി ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ക്രിസ്ത്യാനികളെ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ച് യേശുവിനോട് ഒട്ടിച്ചേർന്ന് നിങ്ങൾ ജീവിക്കൂ. കാറ്റിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ പിഷറിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് പതറേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കരങ്ങൾക്ക് അവൻ പിടിച്ചിട്ടുണ്ടായിരിക്കും. വെള്ളം നിങ്ങളെ മുക്കിക്കൊള്ളില്ല, തീ കത്തിച്ചു കൊള്ളില്ല. ഇല്ല, രക്ഷകനായ കർത്താവ് കരങ്ങൾക്ക് പിടിച്ച് മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് കൂടെ നടക്കും. അവൻ എമ്മാനുവൽ ആണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ഹല്ലേലൂയ.